നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഒരു സ്മാർട്ട് ഫോണിലൂടെയാണ്. ഇത് പ്രവർത്തിക്കുന്നത് ഇൻ്റർനെറ്റിലൂടെയാണ്. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കറങ്ങുന്ന ഫാൻ, നിങ്ങളിരിക്കുന്ന മുറിയിലെ വെളിച്ചം, ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ദൈവം ആകാശത്തു നിന്ന് താഴേക്കിട്ട് തന്നതല്ല. ഇതെല്ലാം നൂറ്റാണ്ടുകളായി മനുഷ്യൻ തൻ്റെ ബുദ്ധി മാത്രം ഉപയോഗിച്ച് പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും നേടിയെടുത്ത ശാസ്ത്രത്തിൻ്റെ വിജയങ്ങളാണ്. പക്ഷേ വിരോധാഭാസം എന്താണെന്നറിയാമോ? മനുഷ്യൻ കണ്ടുപിടിച്ച എയർ കണ്ടീഷൻ്റെ മുറിയിലിരുന്ന് മനുഷ്യൻ വിക്ഷേപിച്ച സാറ്റലൈറ്റ് വഴി ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നിങ്ങൾ കമൻ്റ് ഇടുന്നത് ശാസ്ത്രം തോൽക്കും, ദൈവം ജയിക്കും എന്നാണ്. ഇതിലും വലിയൊരു ഇരട്ടത്താപ്പ് വേറെയുണ്ടോ? നിങ്ങളുടെ ദൈവം എവിടെയായിരുന്നു ഇത്രയും കാലം? നൂറ്റാണ്ടുകളോളം വസൂരിയും കോളറയും പ്ലേഗും വന്ന് മനുഷ്യർ തെരുവുകളിൽ പിടഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട്. അന്ന് ഈ ഭൂമിയിലുണ്ടായിരുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ചു കരഞ്ഞിട്ടും ഒരു തുള്ളി മരുന്ന് ആകാശത്തുനിന്ന് വീണില്ല. ഒരു ദൈവവും രക്ഷിക്കാൻ വന്നില്ല. ഒടുവിൽ മനുഷ്യൻ തന്നെ ലബോറട്ടറിയിൽ ഉറക്കമളച്ചിരുന്ന് മരുന്ന് കണ്ടുപിടിക്കേണ്ടി വന്നു, ആ രോഗങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ. അന്ന് മൗനം പാലിച്ച ദൈവത്തെയാണോ നിങ്ങൾ ഇന്നും രക്ഷകൻ എന്ന് വിളിക്കുന്നത്? ഇനി നിങ്ങൾ ആശുപത്രികളിൽ കാണിക്കുന്ന നന്ദികേടിനെ പറ്റി പറയാം. ഒരു ഡോക്ടർ 10-15 മണിക്കൂർ കഷ്ടപ്പെട്ട് സങ്കീർണമായ ഒരു സർജറി നടത്തി ഒരാളെ മരണമുഖത്ത് നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. രക്തം നൽകിയത് മനുഷ്യനാണ്, മരുന്ന് നൽകിയത് മനുഷ്യനാണ്, ഓപ്പറേഷൻ ചെയ്തത് മനുഷ്യനാണ്. പക്ഷേ പുറത്തിറങ്ങി വരുമ്പോൾ നിങ്ങൾ പറയും ദൈവം രക്ഷിച്ചുവെന്ന്. അവിടെ നിങ്ങൾ അപമാനിക്കുന്നത് ആ ഡോക്ടറുടെ കഴിവിനെയും മനുഷ്യൻ്റെ അധ്വാനത്തെയുമാണ്. ഒന്ന് ചിന്തിക്കൂ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് നിങ്ങളുടെ വിശ്വാസം. എങ്കിൽ എന്തിനാണ് ആ സൃഷ്ടിയിൽ ഇത്രയധികം പിഴവുകൾ? ജന്മന ഹൃദയത്തിന് ദ്വാരമുള്ള കുഞ്ഞുങ്ങൾ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഇതൊക്കെ ആരുടെ കുറ്റമാണ്? ഈ പിഴവുകളൊക്കെ ശരിയാക്കുന്നത് ആരാണ്? സർജറി നടത്തി ഹൃദയം ശരിയാക്കുന്നതും കണ്ണിന് ലെൻസ് വെക്കുന്നതും കേൾക്കാൻ മെഷീൻ വെക്കുന്നതും മനുഷ്യനാണ്. അതായത് ദൈവം വരുത്തിയ തെറ്റുകൾ തിരുത്തി മനുഷ്യനെ പൂർണ്ണനാക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. സൃഷ്ടാവേക്കാൾ ബുദ്ധിയും കഴിവും സൃഷ്ടിക്കുണ്ട് എന്ന് തെളിയിക്കാൻ ഇതിലും വലിയ ഉദാഹരണം വേണോ? കൃഷി മുതൽ കൃത്രിമ ബുദ്ധി വരെ എത്തി നിൽക്കുന്ന ഈ ലോകം മനുഷ്യൻ്റെ വിയർപ്പാണ്. ഇവിടെ ദൈവത്തിന് ഒരു പങ്കുമില്ല. നമ്മൾ വിത്തിറക്കിയാലേ വയറു നിറയൂ, നമ്മൾ മരുന്ന് കഴിച്ചാലേ രോഗം മാറും. അല്ലാതെ പ്രാർത്ഥിച്ചാൽ മാറുന്നതല്ല വിശപ്പും വിധിയും. അതുകൊണ്ട് വെളിച്ചത്തിൽ ജീവിച്ച് ഇരുട്ടിനെ വണങ്ങുന്ന ആ ഏർപ്പാട് നിർത്തുക. കാണാത്ത ദൈവത്തിന് മുന്നിൽ കൈകൂപ്പി നിന്ന് സ്വന്തം കഴിവുകളെ ഇനിയും അപമാനിക്കരുത്. നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളുടെ കൈകളും സഹജീവിയുടെ സഹായവും മാത്രമേ ഉള്ളൂ. ശാസ്ത്രം വെളിച്ചമാണ്. ആ വെളിച്ചം കെടുത്തിക്കളയാൻ ദയവായി അന്ധവിശ്വാസമെന്ന ഇരുട്ടിനെ അനുവദിക്കരുത്.